ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ഗീതം 10ാമത്തെ ഗീതമാണ്. ആരഭി എന്നുള്ള രാഗത്തിലുള്ള ഗീതം. ഈ ആരഭി രാഗം 29ാമത്തെ ജനകരാഗമായ ധീരശങ്കരാഭരണം എന്നുള്ള രാഗത്തിൻ്റെ ജന്യമാണ്. ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും വർജ്യമാണ്. എന്ന് വെച്ചാൽ സരി മപ ദസ എന്നാണ് ആരോഹണം. അവരോഹണം സമ്പൂർണ്ണമാണ്. എന്നാൽ സനിതപ മകരിസ അല്ല വായിക്കുക, ദായും റീയും ദീർഘം കൊടുത്തിട്ടാണ് വായിക്കുക. നമുക്ക് നോക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇതാണ് ആരോഹണം. ഇതിൽ നമ്മൾ മധ്യമം വായിക്കുമ്പോൾ റീ എന്ന് വരിക, മധ്യമം പാവരെ തള്ളി തിരിച്ച് മാലേക്ക് വരിക. റിപ്പ മപ്പ എന്നാണ് ശരിക്കും കേൾക്കുക. നമ്മൾ പാടുമ്പോൾ എന്ന് വായിക്കുന്നത് എന്നാണ് ശരിക്കും സ്വരം. അപ്പോൾ ആ പമപ്പ എന്നുള്ളത് ഇത് മാ തള്ളിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ സനിദാപ എന്ന് വായിക്കുമ്പോൾ നീ കാക്കൽ നിഷാദം മറ്റേ കാമ്പോജി രാഗത്തിൽ വായിച്ച പോലെ എന്ന് വായിക്കണം. നിസ എന്നാണ് വായിക്കുക. സനിദാപ അതുപോലെ തന്നെയാണ് മഗരീസ വായിക്കുക. സനിദാപ വായിക്കുന്ന പോലെ തന്നെയാണ് മഗരീസ എന്ന് വായിക്കുക. ആരഭിരാഗം ത്രിശ്രജാതി ത്രിപുടതാളം. രേരെ ശ്രീരാമചന്ദ്ര എന്ന് തുടങ്ങുന്ന ഗീതം. ത്രിശ്രജാതി ത്രിപുടതാളം ആയതുകൊണ്ട് 3 അക്ഷരം ലഘുവിലും പിന്നെ 2 ധൃതം, 3ഉം 2ഉം 2ഉം അങ്ങനെയാണ് താളം വരിക. ഇതിൽ പാപ മമ പാ എന്നാണ് തുടക്കം. പാപ മമ പ രേ രേ ശ്രീരാ. ശ്രീരാമചന്ദ്ര എന്നുള്ളൊരു വാക്കാണ്. പക്ഷേ ഈ ശ്രീരാമചന്ദ്ര എന്നുള്ള വാക്ക് 5 താളവട്ടമാണ് വരിക. അതുകൊണ്ട് ഓരോ താളവട്ടമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരം എവിടം വരെ വരുന്നോ അത് നമ്മൾ പഠിക്കാം. ഒന്നിച്ച് വായിക്കുമ്പോൾ രേരെ ശ്രീരാമചന്ദ്ര എന്ന് ഒന്നിച്ച് വായിക്കണം. മഗരി സരി മഗ മഗരി വായിക്കുമ്പോൾ റീ മീറ്റണം. കാരണം മാ എന്നുള്ള അക്ഷരം വരുന്നത് അവിടെയാണ്.
രേ രേ ശ്രീരാമ ഇത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടി. പിന്നെ 2 താളവട്ടം അകാരമാണ്. ചന്ദ്ര എന്നുള്ള അക്ഷരത്തിൽ ചം കഴിഞ്ഞിട്ട് ദ്ര എന്നുള്ള അക്ഷരം 2 താളവട്ടം കൂടി കഴിഞ്ഞിട്ടാണ് വരിക. എന്നാണ് ഇതിൻ്റെ സ്വരം. പാപ മമ പ മഗരേ സരേ മഗ ഇതുവരെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്തത് റീ റീ സ ദ ദ റീ സ. റീ റീ സ എന്നുള്ളത് ആദ്യത്തെ കമ്പിയിൽ 1 മീറ്റിൽ വായിക്കുക. ദാദ റീസ എന്നുള്ളത് 2ാമത്തെ കമ്പിയിൽ വായിക്കുക. 3 സ്വരത്തിന് 1 മീറ്റ്, പിന്നെ 2 സ്വരത്തിന് 1 മീറ്റ്, അടുത്ത 2 സ്വരത്തിന് 1 മീറ്റ്. പിന്നെ ഉള്ളത് ദ്ര എന്നുള്ള അക്ഷരം. രാമചന്ദ്രയിൽ ദ്ര എന്നുള്ള അക്ഷരമാണ്. റീ റീ 3ഉം 2ഉം റീ റീ. പിന്നെ രഘുവംശതിലക എന്നാണ് സാഹിത്യം. ഇതിലെ ഈ രഘു എന്നുള്ളത് ഈ താളത്തിൽ 2ാമത്തെ ധൃതമായിട്ട് വരും. മഗ സരി മഗ എന്നുള്ളതിന്. ഒന്നുകൂടി പറയാം. രേ രേ ശ്രീരാമ ചന്ദ്ര രഘു. അവിടം വരെയാണ് ഒരു താളം വരിക. അപ്പോൾ നമുക്ക് അത് രഘു വരെ വായിക്കാം. പിന്നെ വംശതിലക എന്നുള്ളതാണ് അടുത്ത സാഹിത്യം. വംശതിലക മഗരേ സരി സ. മാഗ വിരൽ പിരിച്ച് വെച്ച് വായിച്ചിട്ട് ഗ മാലേക്ക് വരാം എന്ന് വായിക്കണം. വംശതിലക രാഘവേന്ദ്ര പ മ പ പ. രാഘ പ മ വായിക്കുമ്പോൾ മീട്ടാതെ വായിക്കുക. റ എന്നുള്ളതിൽ പ മ ആദ്യത്തെ പാമ 1 മീറ്റ്, പിന്നെ മാ 1 മീറ്റ്. ഇത് ആദ്യത്തെ ഒരു ഭാഗമായിട്ട് എടുക്കാം ഈ കീർത്തനത്തിൽ. ഇത് ഒന്നുകൂടി വായിക്കാം.
പാപ്പ മമ പ മഗരി സരി മഗ രി രി സ ദ ദ രി സ രി രി സരി മഗരി സരി സ പ മമ പ പ രേ രേ ശ്രീരാമ ചന്ദ്ര രഘുവംശ തിലക രാഘവേന്ദ്ര. ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടി വായിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.